നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അഭിനയിച്ച ഒരു ചലച്ചിത്രം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹം ഈ തെരുവ് ഗുണ്ടകളെയൊക്കെ തെരുവിലിറങ്ങി അടിക്കുക, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുക, അങ്ങനെ ജനങ്ങളുടെ കയ്യടി വാങ്ങിയ ഒരു തട്ടുപൊളിപ്പൻ ചിത്രം. അതിപ്പോൾ ഓർമ്മ വരാൻ കാരണം നമ്മുടെ നഗരത്തിൻ്റെ അമ്മച്ചി, നഗരത്തിൻ്റെ പിതാവ്, നഗരപിതാവ് അല്ലെങ്കിൽ നഗരമാതാവ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അമ്മച്ചി എന്ന് വിളിക്കുന്നു. അപ്പോൾ നഗരത്തിൻ്റെ അമ്മച്ചി ഒരു KSRTC ബസ് തടഞ്ഞിട്ട് ഡ്രൈവറടുത്ത് ചൂടായി. ഇപ്പോൾ അത് വലിയൊരു വാർത്തയാണ് കേരളത്തിൽ. വാർത്തകൾക്ക് പഞ്ഞമില്ലാത്ത കേരളത്തിൽ മറ്റൊരു വാർത്ത കൂടി. അപ്പോൾ എന്തായാലും സംഭവം വളരെ കളർഫുള്ളാണ്. ഇപ്പോൾ ഈ മേയറെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സകലമാന പാർട്ടിക്കാരും കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഈ റഹീം, അദ്ദേഹം രാജ്യസഭ അംഗമാണ്. അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ പത്രസമ്മേളനം നടത്തി പറയുന്നത് അതിൻ്റെ A to Z കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. കാരണം ഇതിൽ ആര്യയ്ക്കൊരു അല്ലെങ്കിൽ നഗരത്തിൻ്റെ അമ്മച്ചിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. നഗരത്തിൻ്റെ അമ്മച്ചി നിരപരാധിയാണ്. പിന്നെ വണ്ടി തടഞ്ഞിട്ട് സ്വാഭാവികം, വണ്ടി തടഞ്ഞിട്ട്, കാരണം വണ്ടിക്ക് അകത്തിരിക്കുന്ന യാത്രക്കാർക്ക് യാതൊരു അവകാശമില്ലാത്ത നാട്ടിലാണ്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് യാതൊരു അവകാശമില്ലാത്ത നാട്ടിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ സഹിച്ചുകൊള്ളുക. അധികാരത്തിലിരുന്നവർ എന്തും കാണിക്കും. അപ്പോൾ അതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര ചെയ്യുക, റോഡിൽ ഇറങ്ങുക, അവരവരുടെ ഷോ ഓഫ് കാണിക്കും. നമ്മളത് കണ്ട് സഹിച്ച് വീട്ടിൽ പോവുക. പാരസ് കഫേയിലേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ രാഷ്ട്രീയ കഥാപാത്രങ്ങളെക്കുറിച്ച്. കാർ കൊണ്ട് KSRTC ബസ്സിന് കുറുകെ ഇടുക, പോലീസിന് പരാതി കൊടുക്കുക, പോലീസ് വന്ന് ഈ ഡ്രൈവറെ കൊണ്ടുപോവുക, എന്നിട്ട് യാത്രക്കാർ, അതാണ് അവരുടെ കാര്യമാണ്. ഈ തൃശ്ശൂരിൽ നിന്നും മറ്റുമൊക്കെ ബുക്ക് ചെയ്ത് വണ്ടി കയറിയവർ, അവർക്ക് യാതൊരു പരിരക്ഷയും കിട്ടില്ല. അവരൊക്കെ തമ്പാനൂരെ പോകേണ്ടവർ പകുതി വഴി ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതിനൊക്കെ ന്യായീകരണമുണ്ട് നമ്മുടെ മേയർ അമ്മച്ചിക്ക്. രണ്ട് ജനപ്രതിനിധികളാണ് ഈ സംഭവത്തിലെ മെയിൻ ഉത്തരവാദികൾ. ഡ്രൈവർ ആംഗ്യം കാണിച്ചു, ആംഗ്യം കാണിച്ചില്ല, തെറ്റാണ് ശരിയാണ് എന്ന് ഡ്രൈവറെ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷെ അവനവനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് പലപ്പോഴും ഈ ഉന്നത സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നത്. സംഭവിച്ചെന്താണെന്ന് നോക്കാം. ഇവർ ഓടിച്ചിരുന്ന രാത്രി 10 മണി 11 മണിക്ക് ഇവർ നഗരത്തിൽ കറങ്ങി കിടക്കുന്നു. ഇവർ കുടുംബമായിട്ട്, തീർച്ചയായിട്ടും അവരുടെ വ്യക്തി ജീവിതമാണ്. നമുക്ക് വ്യക്തികൾക്ക് പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ മേയറാണ്, ഒരു നഗരത്തിൻ്റെ അമ്മച്ചിയാണ് എന്ന് വെച്ചിട്ട് അവർക്ക് പാതിരാത്രി പുറത്തിറങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മുടെ നാട്ടിൽ ആരും വിലക്കപ്പെട്ടിട്ടില്ല. അവരുടെ കുടുംബസമേതം വരുന്നു. 2 ജനപ്രതിനിധികൾ സഞ്ചരിക്കുന്നു. ഒരു KSRTC വാഹനം, ഒരു ബസ് അവരെ അപകടപരമായി അവർ ഓവർടേക്ക് ചെയ്ത് പോകും. അത് കണ്ടിട്ട് ഈ അമ്മച്ചിക്കും ഈ MLAക്കും സഹിച്ചില്ലെന്ന് പറയാം. അപ്പോൾ മാന്യമായിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നെങ്കിൽ എന്താണ്, ഈ നഗരം ഭരിക്കുന്ന അമ്മച്ചിക്ക് അപ്പോഴേ ഈ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞാൽ ഈ ഡ്രൈവറുടെ പേരിൽ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു നടപടി എന്തായാലും ഉണ്ടാകും. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ റോഡിൽ പലപ്പോഴും KSRTC ബസ്സുകൾ വളരെ അശ്രദ്ധകരമായിട്ട്, അപകടകരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയുക, ആ സ്ഥാനം മറന്നു, അവരിയ്ക്കുന്ന സ്ഥാനം മറന്നു. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ എന്നുള്ള പാട്ട് ഈ മേയറുടെ കാര്യത്തിൽ വളരെ ശരിയാണെന്ന് തോന്നുന്നു. അവരെ ഈ ബസ്സിൻ്റെ പിറകെ വെച്ച് പിടിക്കുന്നു. പിറകെ വെച്ച് പിടിക്കുന്നതിൻ്റെ കാരണം ഈ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നവരാണ്. നമുക്കറിയാം, ഒരു കാറിൽ പോകുന്ന ഒരാളിന്, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളിന് എന്തായിരുന്നാലും KSRTC ഡ്രൈവർ എന്തെങ്കിലും ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ശരിയാണ്. അതല്ലാതെ പിറകെ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ എന്ത് ആംഗ്യം കാണിച്ചു എന്ന് ഒരിക്കലും ഇവർക്ക് കാണാൻ പറ്റില്ല. അതൊരു ന്യായീകരണം, അതവരുടെ ഒരു ന്യായീകരണം. പിന്നെ രണ്ടാമത്, അത് ആ വണ്ടിയെ ചേസ് ചെയ്ത് പോയി ഒരു സിഗ്നലിട്ട് ക്രോസ് ഇട്ട് പിടിച്ച് അവരോട് ഇറങ്ങി നിന്ന് കയർക്കുകയാണ്. ഒരു മൂന്നാന്തരം ഗുണ്ടകൾ മാത്രം കാണിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് 2 ജനപ്രതിനിധികൾ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് പലപ്പോഴും ആലോചിക്കുമ്പോൾ തമാശ തോന്നും. പിന്നെ മാത്രമല്ല, ഇവർക്ക് വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു. അപ്പോൾ തന്നെ വാഹനത്തിലിരുന്ന് ഈ പോലീസിനെ മൊത്തം ഭരിക്കുന്ന ശശിയണ്ണനെ വിളിച്ചിരുന്നത്, കണ്ണൂർത്തെ പഴയ പീഡനവീരൻ ശശിയണ്ണ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ പോലീസിനെ ഭരിക്കുന്നത്. ആ ശശിയണ്ണനെ വിളിച്ച് പറഞ്ഞാൽ മതി, ശശിയണ്ണ എന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ശശിയണ്ണ അപ്പോഴേ ആക്ഷൻ എടുത്തേനെ. അതിന് പകരം ഇവർ ആ വണ്ടിയുടെ പുറകെ പോവുക, ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുക, ആ വണ്ടിയെ കുറുക്കെ ഇടുക, 2-3 മണിക്കൂർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരെ ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് ആ യാത്രക്കാരെ മൊത്തം ഇറക്കി വിട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു തരംതാണ അവസ്ഥയിലേക്ക് ഈ നഗരത്തിൻ്റെ അമ്മച്ചി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവരുടെ സംഘടന, അല്ലെങ്കിൽ ഇവരൊക്കെ പ്രവർത്തിച്ചു വരുന്ന പാർട്ടികൾ ഇതിന് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നു.
ഇവർ ചെറുപ്പകാലം തൊട്ട് എന്ത് ഗുണ്ടായുസം നിങ്ങൾ കാണിച്ചു, നിങ്ങൾ ഗുണ്ടായുസം അത് ഏത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഗുണ്ടായുസം കാണിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ളതിൻ്റെ ശക്തവും വ്യക്തവുമായ തെളിവാണ് ഈ നഗരത്തിലെ അമ്മച്ചി കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങൾ. ഇത് വാർത്തയാവുന്നു, സൈബർ ഇടങ്ങളിൽ വലിയ വാർത്തയാണ്. സൈബർ ഇടങ്ങളിൽ തീർച്ചയായിട്ടും മേയർക്കെതിരെ തന്നെയാണ് എല്ലാം പറയുന്നത്. ഈ നഗരത്തിൻ്റെ അമ്മച്ചിക്ക് വട്ടാണോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നഗരത്തിൻ്റെ അമ്മച്ചി ഈ നഗരത്തെ ഈ നഗരസഭ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ ഇരുന്ന് കരയാൻ ഒരു ശ്രമം നടത്തി. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. അവർ വിതുമ്പി കരഞ്ഞു എന്നൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി, അത് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നഗരസഭാ യോഗത്തിൽ നഗരത്തിൻ്റെ അമ്മച്ചി വിതുമ്പിക്കരഞ്ഞു. വളരെ അട്രാക്റ്റീവായ ക്യാപ്ഷനാണ്. പക്ഷേ അത് ആ കരയാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അറിയാം ഇവർ കയ്യിൽ നിന്ന് പോയൊരു കാര്യത്തെ ന്യായീകരിക്കുകയാണ്. ഈ റഹീമും അതിന് മുമ്പ് ഈ ഇവരുടെ തന്നെ പാർട്ടിക്കാർ ഒക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. കാരണം അവർക്കറിയാം ഈ കാണിച്ചതിന് ഏറ്റവും വലിയ ചെറ്റത്തിലാണ്. ഒരു ബസ്സിന് കുറുകെ വണ്ടി കൊണ്ടിട്ട് നട റോഡിൽ ഇറങ്ങി നിന്ന് ഗുണ്ടകളെ പോലെ പെരുമാറുന്നതല്ല. ആ ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതൊരു നഗരസഭ അധ്യക്ഷ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട ജോലിയല്ല. അവർക്ക് ജനപ്രതിനിധികളൊക്കെ ബഹുമാനിക്കണം. ഇവർ ഈ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ അറിയാമോ. ഈ ഡ്രൈവർക്ക് നഗരസഭ അധ്യക്ഷയെ അറിഞ്ഞുകൊണ്ടോ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ പിണറായി മന്ത്രിസഭയിലെ ഈ മന്ത്രിമാരെ എത്ര പേർക്ക് അറിയാം? അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അങ്ങനെ ഈ ആഭ്യന്തരമന്ത്രി അങ്ങനെ അതല്ലാതെ ഈ മന്ത്രിമാരെ എത്ര പേർക്ക് അറിയാം? നമ്മൾ എത്ര പേരെ ഇവരെ കാണുന്നു? അപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ടാണ് ഇവരെടുത്ത് പറയുന്നത്. എന്നെ മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അഹംഭാവത്തെ നിനക്ക് മനസ്സിലായോ എന്നോ ഡ്രൈവറെ അടുത്ത് ചോദിക്കുന്നത്. ഈ ഡ്രൈവർ എന്തോ ഒരു കവറെടുത്ത് കളഞ്ഞു. ഇപ്പോൾ അതിൽ പിടിച്ചിട്ടാണ് ഡ്രൈവർ വേണം ബിസ്ക്കറ്റ് എന്നാണ്. അത് കള്ളമാണ്. ഡ്രൈവർമാർ ബിസ്ക്കറ്റ് മാത്രം കഴിക്കുന്ന പച്ചപ്പാവങ്ങൾ, പ്രത്യേകിച്ചും രാത്രിയിൽ. അവർ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലഹരി വസ്തുക്കളുണ്ട്, ഈ ഹാൻസ് പാൻ പരാഗ് പോലുള്ള വസ്തുക്കൾ അവർ കഴിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഉറക്കം ഇരിക്കാനുള്ള ഏക വഴിയാണത്. ഇപ്പോൾ ഈ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ നല്ല ചെക്കിങ്ങുണ്ട്. മദ്യപിക്കുന്നവരെ കൈയോടെ പിടികൂടുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ നിരപരാധിയൊന്നുമല്ല. ഇദ്ദേഹം കാണിച്ചിട്ടുണ്ടോ, തെറ്റായ ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് ചെയ്യേണ്ടിയിരുന്ന വഴി ഇങ്ങനെയല്ല. അവരൊരു ഗുണ്ടയെ പോലെ പെരുമാറിയിട്ട് അതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അവരുടെ നിയമവഴി തേടാമായിരുന്നു. നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടികളെ എന്തെങ്കിലും ഒരു നിയമക്കുരുക്കിൽ കൊണ്ട് പെടുത്തണം. പക്ഷെ സാധാരണക്കാരൻ ഒരിക്കലും സാധാരണക്കാരന് സാധിക്കുന്നില്ലെന്ന് എന്നതിൻ്റെ അർത്ഥം ഈ മേയർ ചെയ്തതിനെ കണ്ട് കൈയടിക്കല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കും പരാതിപ്പെടാം, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോവാം, നമുക്ക് പരാതിപ്പെടാം. പക്ഷേ ആ ദൗർഭാഗ്യവശാൽ സംഭവിക്കുന്നത് ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ യൂണിയനെതിരെ, ഈ KSRTCയിലൊക്കെ പെട്ട വലിയ യൂണിയനാണ്, അവർക്കെതിരെയൊന്നും ഒരു പോലീസുകാർ ഒന്നും ചെയ്തില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അതിന് പകരം ഈ ഗുണ്ടകളെ പോലെ നടുറോഡിൽ ഇറങ്ങി പെരുമാറിയിട്ട് എന്നെ അറിയില്ലേ, ഞാനെന്ന വ്യക്തിത്വം അറിയില്ലേ, ഞാനെന്ന വ്യക്തിത്വത്തെ അറിയാത്തത് നീ ലോകമഹാ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. മേയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണം. മേയർ PM-നെക്കാട്ടി CM-നെക്കാട്ടി മുകളിലാണ്, എല്ലാത്തിനും മുകളിലാണ് മേയർ എന്ന് പറയുന്ന ഒരു തരം താഴ്ന്ന ഒരു ഞാനെന്ന വിമർശനത്തിലേക്ക് ഈ വ്യക്തിത്വം താഴ്ന്നതിൻ്റെ പകരമാണ്. ഇത് ഫലമാണ് നമ്മൾ ഈ വാർത്തകൾ കഴിഞ്ഞ 4 ദിവസമായ വാർത്തകൾ. ചിറ്റപ്പൻ ജയരാജൻ BJP-യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ BJP-യിൽ ചേരാൻ ശ്രമിച്ചോ എന്നുള്ള വാർത്ത ഇതിനിടയിൽ എങ്ങനെയോ മുക്കിപ്പോയി. പാവം ചിറ്റപ്പൻ രക്ഷപ്പെട്ടു. അതാണ് വാർത്തകൾ. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും വാർത്തകൾ കൊണ്ട് നിറയാണ്. പലതും കാണും. ഒരുപക്ഷെ പ്രധാനപ്പെട്ട നമ്മൾ വിശ്വസിക്കുന്ന, ലോകം വിശ്വസിക്കുന്ന വാർത്തകൾക്ക് യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. ഇതുപോലെ യാതൊരു വാർത്താ പ്രാധാന്യവും യാതൊരു വാല്യൂവും ഇല്ലാത്ത, ബഹുമാനമർഹിക്കാത്ത വാർത്തകൾ മാത്രമായിരിക്കും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് കാണാനാണ് ഒരുപക്ഷെ ആളുകളുള്ളത്. നമ്മുടെ നാട് ചുട്ടുപൊള്ളുകയാണ്. നമ്മുടെ തെറ്റായ നിർമ്മാണ രീതികൾ കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വാർത്തയില്ല. രാവിലെ വൈകുന്നേരത്തും പറയുന്നുണ്ട് വെള്ളം കുടിച്ചാൽ മതി. പക്ഷേ ഇന്നേ വരെ ഒരു കെട്ടിട നിർമ്മാണം എങ്ങനെ നടത്തണമെന്ന് മുനിസിപ്പാലിറ്റികളോ ഗ്രാമസഭകളോ നഗരസഭകളോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കെട്ടിടം എങ്ങനെ നിർമ്മിക്കാം, മരങ്ങൾ വെട്ടിക്കളയൂ, നിങ്ങൾ വെള്ളത്തെ തടഞ്ഞു നിർത്തണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ അതിനൊന്നും ചിന്തിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല.
കാരണം അവർക്ക് വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടത് എങ്ങനെയോ ഇങ്ങനത്തെ വാർത്തകളാണെന്ന് നമ്മുടെ വാർത്താ മുതലാളിമാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ മേയർ അല്ലെങ്കിൽ നഗരത്തിൻ്റെ അമ്മച്ചി പൂങ്കണ്ണീരൊലിപ്പിക്കുന്നു. നഗരത്തിൻ്റെ അമ്മച്ചിയെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഗുണ്ടകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അദ്ദേഹം പാവപ്പെട്ടൊന്നും അറിയില്ല, പക്ഷെ എന്തായിരുന്നാലും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജോലി പോയി. നമ്മുടെ KSRTC വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരിൽ നിന്ന് തമ്പാനൂർ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പകുതി വഴിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഇതിനിടയിൽ നടന്നിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകരോ ഒരാളോ പോലും മെനക്കെടാത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നഗരസഭയുടെ അമ്മച്ചിക്ക് വലിയ നമസ്കാരം. പാഡസ് കഫേയിൽ വീണ്ടും കാണാം. ചൂടുള്ള ചായക്കൊപ്പം.